NSLക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനൊരു കട്ടിങ് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങി കയറി പോണ്ടി വന്നേനെ. വണ്ടികളൊക്കെ കാണുന്നുണ്ടോ? ശരി. ഇനി ഇത് സൂപ്പർ ആയിട്ടുണ്ടോ? കാട് പോലെ അങ്ങനെ തെങ്ങും മരമൊക്കെ കാണുമ്പോ നമുക്ക് എന്തെങ്കിലും കടിയോ എന്തെങ്കിലും കഴിക്കാം, ചായ കുടിക്കാം. ഏതിലാ വേണ്ട ഓർഡർ ചെയ്യും. ഏതിലാ വേണ്ട ഓർഡർ ചെയ്യും. എനിക്ക് ചിക്കൻ റോൾ. എരിവില്ലേ? നല്ല എരിവില്ലേ? അപ്പുറത്തുണ്ട് എത്ര ചായ? ചായ ഒരു വാട്ടർ മെലണോ ഒരു സൂപ്പർ ആയിട്ടില്ലേ? ഗ്രേപ്പും വാട്ടർ മെലണും കഴിച്ചു. ഇനി പോവാല്ലേ? എന്തെങ്കിലും വെക്കണമെങ്കിൽ പറയട്ടെ. ദൈവമേ, കുഴി മണ്ണിൽ വന്ന് ഇവിടെ റോഡ് കയറുമ്പോ പിന്നെ റോട്ടിൽ കൂടെ നേരെ പോണ്ടേ. എന്നിട്ട് ഈ മണ്ണ് വഴി കൂടെ അങ്ങനെ അങ്ങോട്ടേക്ക് എടുക്കച്ച. അതെ, ഞാൻ വിചാരിച്ചു അപ്പുറത്തെ സൈഡിൽ കൂടെ പോണ്ടേ. ഇപ്പൊ മേഘം നല്ല രസമില്ലേ? പഞ്ഞി പഞ്ഞിയായിട്ടില്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഭംഗിയൊന്നുമില്ല. മാർത്താണ്ഡം എത്തി. ഈ റോഡ് പണിന്റെ അവിടെ തൊട്ട് തമിഴ്നാടായി. ഇതായിരുന്നു നമ്മൾ ഇന്നലെ എടുത്ത റൂം. അടുത്ത റൂമല്ല, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ്. ഇപ്പൊ തന്നെ റൂമിൽ പോയിരിക്കാനാണ് നിന്റെ പരിപാടി അല്ലേ? വൈകുന്നേരമല്ലേ റൂം എടുക്കുക? മസാല റോസ്റ്റ്, പ്ലെയിൻ റോസ്റ്റ്, ഇഡ്ലി, ഓനിയൻ റോസ്റ്റ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? കോഫിയും ടീയും ഒക്കെ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണെന്നൊരു കാര്യം നോക്കിയത്. ആ വാച്ചിൽ ഇവരുടെ ഹോട്ടലിലെ പത്മനാഭപുരം പാലസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാർത്താണ്ഡം എന്ന് പറയുന്ന പ്ലേസാണ്. നോക്കിട്ട് നമുക്ക് നേരെ പോകാൻ പറ്റും. നോക്കിയാലോ? പത്മനാഭപുരം കൊട്ടാരം, പുരാവസ്തു മ്യൂസിയം. ഒൻപത് മണിക്കാണ് നമുക്കിതിവിടെ ഓപ്പൺ ആവുക. നമ്മളൊരു 8:30 തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ. 8:45. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്.
റോഡൊക്കെ നനവ്. കൃത്യം 9 o'clock ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. GPS signal lost. ഊരി വെച്ചിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ ചെരുപ്പ് ഊരിയിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. അഡൽട്ട്സിന് 50 റുപ്പീസും കുട്ടികൾക്ക് 10 റുപ്പീസുമാണ്. 5 to 12 years. ടിക്കറ്റ് കൗണ്ടർ. ഗണേശ പൂജ. അങ്ങനെ കുറേ പിക്ചേഴ്സ് ഉണ്ട് ഇവിടെ. സുദർശനമൂർത്തി. വീഡിയോ എടുക്കണ്ട, ഫോട്ടോ എടുക്കാനാണ്. ഇത് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതിനകത്ത് കന്യാകുമാരിയിൽ നിന്നും പിന്നെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ തേര് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കളക്ട് ചെയ്ത കുറേ വുഡൻ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതാണ് എൻട്രൻസ്. ആ ഗ്രീനിൻ്റെ ഇതിൽ കൂടെ നടന്നു പോവാം. ആക്ച്വലി ഇതിനകത്ത് നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ഫോട്ടോസ് എടുക്കാൻ നമ്മളൊരു 20 റുപ്പീ ടിക്കറ്റ് എടുക്കണം പെർ മൊബൈൽ ഫോൺ. നമ്മൾ അതെടുത്താൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫോർട്ട് ഉണ്ട്, അവിടേക്ക് പോവാന്ന് വെച്ചിട്ടാണ്. നീരൊക്കെ കുടിക്കണം എല്ലാവരും. ഒരെണ്ണം കൂടി വാങ്ങിക്കാം. എന്താ ടോവി? ഉദയഗിരി ഫോർട്ടാണിത്. നമ്മൾ അവിടെ പത്മനാഭപുരം കഴിഞ്ഞ് പാലസ് കഴിഞ്ഞിട്ട് നമ്മൾ ഉദയഗിരി ഫോർട്ടിലേക്ക് വന്നതാണ്. ഉദയഗിരി ഫോർട്ട്. ടിക്കറ്റ് കൗണ്ടറാണ്. നേരത്തെ ആ പാലസ് 186 ഏക്കർ ഉണ്ടായിരുന്നു. ഇപ്പം 6.5 ഏക്കറിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. സോ ചിലപ്പോൾ ഈ കോട്ടയൊക്കെ അതിൽ ഉൾപ്പെടുന്ന സ്ഥലം ആയിരുന്നിരിക്കണം. നമ്മുടെ കാർ ഇവിടെ നിന്ന് കാണാം അതിൻ്റെ മേലെന്ന്. ഇവിടെ എൻട്രി ഫീസ് 30 റുപ്പീസാണ്. കാർ പാർക്കിങ്ങിന് 50 റുപ്പീസ്. ഒരു കാറിന് 50, അങ്ങനെ 2 കാറിന് 100.
പിന്നെ ഞാൻ മാർത്താണ്ഡവർമ്മയാണ് പറഞ്ഞാ പോണത്. അല്ല എന്താ ഡി ലിനോയ് എന്ന് പറയുന്ന ഡച്ചുകാരൻ്റെ ടോംബാണ്, ശവകുടീരമാണ് ഇവിടെ. ഇവിടെ മൊത്തം ചീവീടിൻ്റെ സൗണ്ട്. പഞ്ഞി ആ പഞ്ഞിയാണ്. സാധാരണ കോട്ടൺ പ്ലാന്റ് അല്ല, പൂള. ഇവിടെയൊക്കെ തമിഴിലാണ് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ്. ഡി ലിനോയിൻ്റെ ആണിത്. ലെനോയ്, യാ, ബെനഡിക്ടസ് ഡി ലിനോയ്. അവരുടെ ടോംബാണിത്. യെസ്. അപ്പോൾ ഇത് തന്നെ ഇവിടെ കാണാനുള്ളൂ. അത് കഴിഞ്ഞ് ഇതിൽ കൂടെ ഇങ്ങോട്ട് വരിക. അവിടെ പിന്നെ മതിൽ കെട്ടിയിട്ട് ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പാർക്കൊക്കെ ഉണ്ട്. The emblem of the Dutch government is also found in this tomb. Near his tomb are also seen the tombs of his wife Margaret D. Lenoy and his son John D. Lenoy and Peter Flory, a second-rank army general. So, ഒരു മകൻ സെക്കൻഡ് റാങ്ക് ആർമി ജനറലൊക്കെ ആയിരുന്നു. അപ്പോൾ 2 മക്കളുടെയും ഭാര്യയുടെയും കൂടി ശവകുടീരം നമ്മൾ ആ അടുത്ത് കണ്ടതൊക്കെ ആണ്. ഇവിടെ ചെറിയ മങ്കീസ്, റാബിറ്റ്, ലവ് ബേർഡ്സ്, പാരറ്റ്, ഗിനി പിഗ്. പീജിയൻ ആ സൈഡുണ്ട്. ഇവിടെ പീജിയൻ. പാമ്പും ഉണ്ട്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. അവിടെ ചിൽഡ്രൻസ് പാർക്ക് അപ്പുറത്ത്. പിന്നെ വെള്ളം ഫുൾ പായലാണ് വെള്ളത്തിൽ. ജിറാഫ്. നമ്മളിങ്ങനെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് നമ്മളെ കാണാൻ വന്നു. സിക്സ് ഡക്സ് ഉണ്ട്. അവരിങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ നടക്കുക. 6 പേരുണ്ട്. നമ്മളിപ്പോ രാമനാഥപുരം വഴി ധനുഷ്കോടിയാണ് പോണത്. രാമനാഥപുരത്താണ് നമ്മൾ റൂം എടുക്കാൻ നോക്കുന്നത്. ഉണ്ണി പറ. ധനുഷ്കോടി. ശരി.